അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കാത്തിരുന്നിരുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ എക്സാമും കഴിഞ്ഞു. എക്സാം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും മെൻറ്റേഴ്സ് അതിനെ നോക്കി കാണുമ്പോൾ ദ ഫസ്റ്റ് തിങ് ഈസ് വി ഷുഡ് ബി ഹാപ്പി. സോ ആസ് മെൻറ്റേഴ്സ് ഓഫ് ജോബ് സെക്യൂർ ലോയംനൻസ് ടീം, കുട്ടികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് വെച്ചിട്ട് എക്സാമിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇതിനെ ഒരു വെരി ഈസി എക്സാം എന്ന നിലയിലാണ് നമ്മുടെ കുട്ടികൾ നമുക്ക് വിളിച്ചു പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ ചില ക്വസ്റ്റ്യൻസ് അവർ പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ക്യുസാറ്റ് 2025 ഇന്ന് കഴിഞ്ഞ ഈ എക്സാമിലെ ഓൾ ഡിഫറെൻറ്റ് സബ്ജക്ട്സിൽ വന്ന വ്യത്യസ്ത ക്വസ്റ്റ്യനുകളും അതായത് മെൻറ്റേഴ്സ് സബ്ജക്ട് എക്സ്പേർട്സ് വിൽ ബി എക്സ്പ്ലെയിനിങ് ടു യു എന്താണ് വന്ന ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ തരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങളിൽ പലരും നോക്കി കാണുന്നുണ്ടാവും. അപ്പോൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് കോച്ചിങ് കൊടുക്കുക എന്നുള്ളതാണ് ജോബ് സെക്യൂരിയുടെ ഒരു പാറ്റേൺ. വളരെ സന്തോഷത്തോടെ പറയട്ടെ, നമ്മൾ നടത്തിയ മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് അതിൽ കാണാനുണ്ട്. നമ്മുടെ വർക്ക് ബുക്കിലെ ക്വസ്റ്റ്യൻസ് അതേപോലെ കുട്ടികൾക്ക് ഉപകാരപ്രദമായി, ഈവൻ അതിൻ്റെ ഓപ്ഷൻസ് ചെറുതായി മാറിയാൽ പോലും നമ്മൾ എങ്ങനെയാണോ കുട്ടികളോട് ലോജിക് റീസണിങ് അടക്കമുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ പ്രത്യേക പേപ്പറുകൾ പ്രിപ്പയർ ചെയ്യേണ്ടത് അത് പറഞ്ഞ പോലെ വന്നു. അപ്പോൾ ഡേറ്റ്സ് ഇപ്രാവശ്യം നേരത്തേക്ക് വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ദർ ഈസ് ഇനഫ് ടൈം എന്നുള്ളത് തന്നെയാണ് ആസ് എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി ടീം നമുക്ക് പറയാനുള്ളത്. നമ്മുടെ പുതിയ ബാച്ച് ഉടൻ ആരംഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് എൻറോൾ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുന്നുണ്ട്. സോ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നിങ്ങളിൽ എഴുതിയവർ പലർക്കും കിട്ടണം, അത് തന്നെയാണ് നമ്മളുടെ വിഷസ്. പക്ഷേ നോക്കി കാണുന്നവർക്ക് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയ കോഴ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്ട്സിൻ്റെ ഒരു അനാലിസിസ് നമുക്ക് നോക്കാം. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ആസ്പിറൻസ് ആയിട്ടുള്ള എല്ലാ കുട്ടികളും ഇത് കാണുന്നുണ്ടാവും, ആസ്പിറൻസ് കാണുന്നുണ്ടാവും. പക്ഷേ ക്യുസാറ്റ് എഴുതിയ വലിയൊരു വിഭാഗം കുട്ടികൾ ഇത് കാണാൻ സാധ്യതയുണ്ട്. നിങ്ങളും ഞങ്ങളോട് എഗ്രി ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബിക്കോസ് ദിസ് ഹാസ് ടു ബി ക്ലാസിഫൈഡ് ആസ് എൻ ഈസി എക്സാം. കാരണം വലിയൊരു പാറ്റേൺ ചേഞ്ച് ഉണ്ടായിട്ടില്ല. ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുക കുറയുക അങ്ങനെ ഉണ്ടായിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പുതിയ സെഗ്മെൻറ്റ് ആഡായി വരിക ഉണ്ടായിട്ടില്ല. ക്യുസാറ്റിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മളുടെ കുട്ടികളോട് കൃത്യമായി പറയാറുണ്ട്, അവിടെ ലോജിക് റീസണിങ് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈവൻ ദിസ് ഇയർ നമുക്ക് കിട്ടിയ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ലോജിക് റീസണിങ്ങിൽ എസ്പെഷ്യലി ന്യൂമറിക്കൽ എബിലിറ്റിയിൽ വരെ ഒരുപാട് ടൈം വേസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അപ്പോൾ ജനറലി നമ്മൾ നോക്കുമ്പോൾ ഇതിൽ ഒരു ഫ്ലോ കിട്ടണം, നമ്മളൊരു ടെസ്റ്റ് ചെയ്യുമ്പോൾ ഫ്ലോ കിട്ടണം. അതുകൊണ്ടാണ് ജോബ് സെക്യൂർ ലോയമിനൻസ് കുട്ടികൾക്ക് പരമാവധി പ്രിസൈസ്ലി, ഇപ്പോൾ AMUവിന് പോകുന്നവർക്ക് അതിന് പറ്റിയ മോഡൽ ക്വസ്റ്റ്യൻസ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റിക്ക് പോകുന്നവർക്ക് അതിന് പറ്റിയ മോഡൽ ക്വസ്റ്റ്യൻസ്, വരെ നമ്മളിപ്പോൾ കൊടുക്കുന്നത് കൃത്യം 120 ക്വസ്റ്റ്യൻ്റെ മോഡൽസാണ്. അപ്പോൾ നമുക്കിതിൽ നോക്കുമ്പോൾ ലീഗലിൻ്റെ ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ലീഗലിൽ നമ്മൾ നോക്കുമ്പോൾ ദർ ഈസ് നോട്ട് അറ്റ് ഓൾ എനി ഡീവിയേഷൻ ഫ്രം ദ യൂഷ്വൽ പാറ്റേൺ. നമ്മളിവിടെ മോക്ക് ടെസ്റ്റിലും ഇതിൽ കൊടുത്ത വർക്ക് ബുക്കിലും കൊടുത്ത ക്വസ്റ്റ്യൻസ് അതേപോലെ വന്നു സാറുമാർ ക്ലാസ്സിൽ പഠിപ്പിച്ചത് അതേപോലെ കണ്ണടച്ച് നമുക്ക് എഴുതാൻ പറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായും ആസ് മെൻറ്റേഴ്സ് വി ആർ ഓവർ ജോയ്സ്. നമ്മളുടെ ഒരു ചെറിയ അതിൻ്റെ ഒരു പാറ്റേൺ നോക്കിയാൽ വേണമെങ്കിൽ ഒന്ന് പറയാവുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കഴിഞ്ഞ വർഷം കുറച്ചധികം ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഏകദേശം 9-11 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ആ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന സെഗ്മെൻറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നതായിട്ട് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നില്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പ്രസിഡൻ്റ് എന്ന ടോപ്പിക്കിൽ നിന്ന് കഴിഞ്ഞ വർഷം 4 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇത് നോക്കുകയാണെങ്കിൽ ലീഗൽ ടേംസ് എന്ന് പതിവ് പോലെ വളരെ സിമ്പിളായിട്ടുള്ള നമ്മളിവിടെ പഠിപ്പിച്ചിട്ടുള്ള നമ്മളുടെ ലീഗൽ ടേംസിൻ്റെ ലിസ്റ്റിലുള്ള അഫിഡവിറ്റിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നമ്മൾ പഠിപ്പിച്ച മാക്സിംസിൽ കെവിയെ ടെംപ്റ്റർ വന്നായിരുന്നു, റെസിപ്സ ലോക്കിറ്റർ വന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ സാധാരണയിൽ ചോദിക്കുന്ന ഒരു കുഴക്കുന്ന മട്ടിലുള്ള ഔട്ട് ഓഫ് ദ യൂഷ്വൽ യൂസേജിലല്ലാത്ത ലീഗൽ ടേംസ് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ക്വിഡ് പ്രോക്കോ എൻ്റെ മീനിങ് എന്താണ് എന്ന് ചോദിച്ചു. മെൻസ്രിയ എന്ന ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്ന് കുട്ടികൾ പറയുന്നു. പലപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഏറ്റവും അധികം ചോദിച്ച ക്വസ്റ്റ്യൻ ഏതാണെന്നുള്ളതിൻ്റെ റെക്കോർഡ് മെൻസ്രിയ എന്ന ക്വസ്റ്റ്യൻ ആയിരിക്കാം. നമ്മൾ നോക്കുകയാണെങ്കിൽ റൈറ്റ് ടു മാരി അത് എന്ത് റൈറ്റിലേ പെടുന്നു, അതേപോലെ റൈറ്റ് ടു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് എന്ത് തരം റൈറ്റാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണ ക്വസ്റ്റ്യൻസ് കിട്ടിയതല്ല, കുട്ടികൾ പറഞ്ഞു വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം, വാട്ട് യു മീൻ ബൈ മൂട്ട് കോട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്. നമ്മൾ പലതവണ ഈവൻ നമ്മളുടെ മോക്ക് ടെസ്റ്റിൽ കുട്ടികൾക്ക് കൃത്യമായി ഉറപ്പായിട്ടും കിട്ടുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കാണുമ്പോൾ ഉള്ള സന്തോഷമാണ് പങ്കുവെക്കുന്നത്. FIRൻ്റെ എക്സ്പാൻഷൻ എന്താണ്? അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ലോ എൻട്രൻസിന് പോകുന്ന കുട്ടിയോട് ചോദിക്കാവുന്ന ഒരു ആപ്റ്റ് ക്വസ്റ്റ്യനാണ്.
ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾ അറിയണമല്ലോ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്താണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചോദ്യമേ വന്നിട്ടുള്ളൂ. അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ട് 1-2 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കുട്ടികൾ പറഞ്ഞു. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ് സാധാരണ 1-2 പ്രതീക്ഷിക്കാറുണ്ട്. നിലവിൽ നമുക്ക് കിട്ടിയത് വെച്ചിട്ട് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. കേസ് ലോ ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്നില്ല. പക്ഷേ ലീഗൽ റീസണിങ്ങിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നാണ് ഒരു കുട്ടി ഞങ്ങളെ വിളിച്ച് പറഞ്ഞത്. ഞാൻ വന്ന മൊത്തം ക്വസ്റ്റ്യൻസിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയുകയല്ല. ഇൻ എ ഷോർട്ട് ടൈം, മോസ്റ്റ്ലി ടുമാറോ ഇറ്റ് സെൽഫ് നമുക്കതിൻ്റെ കീസ് ലഭ്യമാവും. പക്ഷേ ഇൻ നക്ഷൽ നമുക്ക് പറയാനുള്ളത് ലീഗൽ ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, ലോജിക് റീസണിങ് ആയിക്കോട്ടെ, എക്സ്പെഷ്യലി കറണ്ട് അഫയേഴ്സ് ഇവിടെ നിന്ന് നമ്മൾ കൊടുത്ത്, അതായത് കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആകാൻ പാടില്ലാത്ത രീതിയിൽ മനസ്സിലാക്കി കൊടുത്ത അതേ ആശയങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ഓരോരോ സബ്ജക്റ്റ് എക്സ്പേർട്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ പേഴ്സണലി ഐ ആം വെരി ജോയ്ഫുൾ. കഴിഞ്ഞ വർഷം ഫസ്റ്റ് റാങ്ക് അടക്കം ആദ്യത്തെ 10-ലെ 7 റാങ്കും ക്യുസാറ്റിലേക്ക് നമ്മുടെ കുട്ടികൾ പോയിട്ടുണ്ടെങ്കിൽ ആ പാറ്റേൺ ഡീവിയേഷൻ ഈ വർഷം ഉണ്ടായിട്ടില്ല എന്നുള്ളതും നമ്മൾ കൊടുക്കുന്ന മെൻറ്ററിങ് അവർക്ക് ഗുണകരമായി എന്നതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സോ പ്ലീസ് ലെറ്റ് us look at other areas where we are വെരി കോൺഫിഡൻറ്റ് ദാറ്റ് നമ്മൾ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് വന്നത്. അടുത്ത ഏരിയ ഏതാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ലീഗലിൻ്റെ ഡിസ്കഷനാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത്. പേപ്പറിനെ അനലൈസ് ചെയ്ത് ദിനേശ് സാർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളുടെ ഇംഗ്ലീഷിൻ്റെ ഒരു അനാലിസിസ് നടത്തുകയാണെങ്കിൽ കുട്ടികളിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് പ്രകാരം ഇംഗ്ലീഷ് ഭയങ്കര എളുപ്പമാണ് ഇത്തവണ. കാര്യം എന്താ വെച്ചാൽ ഇംഗ്ലീഷിന് നമ്മൾ പൊതുവേ 2ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്യുക. ഒന്ന് വൊക്കാബുലറി സൈഡും ഒന്ന് ഗ്രാമർ സൈഡും. വൊക്കാബുലറിയുടെ ഭാഗങ്ങളിലുള്ള ചോദ്യങ്ങൾ കുട്ടികൾക്ക് പൊതുവേ എളുപ്പമാവും, ഗ്രാമറിലുള്ള ചോദ്യങ്ങൾ കുട്ടികൾക്ക് പൊതുവേ ബുദ്ധിമുട്ടാവും. പിന്നെ അതറായിട്ട് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് കോംപ്രഹെൻഷനാണ്. ഇതിലേക്ക് വരുമ്പോൾ വൊക്കാബുലറിയിൽ നിന്ന് മാത്രമാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നമ്മൾ വൊക്കാബുലറിയുടെ ഒരു പാർട്ടിനെ അനലൈസ് ചെയ്യുമ്പോൾ ആനോണിം സിനോണിംസ് ചോദിച്ചു. അതിൽ തന്നെ ലൊക്കേഷ്യസ് പോലുള്ള വാക്കുകളാണ് ചോദിച്ചിട്ടുള്ളത്. 1-2 ആനോണിം സിനോണിം വാക്കുകൾ കുറച്ചൊരു കട്ടി പോലെ തോന്നിയെങ്കിൽ പോലും കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന നിലയ്ക്കുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇഡിയംസിലേക്ക് വരികയാണെങ്കിൽ ഒരു 7-8 ഇഡിയംസ് തന്നെയാണ് ചോദിച്ചതെന്നാണ് മക്കൾ പറഞ്ഞത്. റെഡ് ലെറ്റർ ഡേ ചോദിച്ചു, ക്വാളിറ്റി ഡേ സെൻറ്റൻസിൽ പ്ലേസ് ചെയ്തിട്ടാണ് ഇഡിയം ചോദിച്ചത്, ക്വാളിറ്റി ഡേ ചോദിച്ചു, കട്ട് ദി ഗാർഡിയൻ നോട്ട് ചോദിച്ചു, ഫിറ്റ്സ് ആൻഡ് സ്റ്റാർട്ട്സ് ചോദിച്ചു, റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് നമ്മുടെ വർക്ക് ബുക്കുകളിലും ഗൈഡിലുമുള്ള ഇഡിയംസിൽ വരുന്നതാണ് റീഡ് ബിറ്റ്വീൻ ലൈൻ. എൻഡ് ഇൻ ഫിയസ്കോ ഒരു കംപ്ലീറ്റ് പരാജയം എന്നുള്ളതാണ് നമ്മൾ ബുക്കിലുള്ള സംഗതിയാണ്. അതുപോലെ തന്നെ ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ എത്രയോ ടെസ്റ്റുകൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഇഡിയമാണ്. യൂട്യൂബിൽ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇഡിയമാണ്. സീ ഓഫ് ഹ്യൂമാനിറ്റി ആളുകളുടെ ഒരു ക്രൗഡിനെ വിശേഷിപ്പിക്കുന്നത്. ഇങ്ങനെ ഇഡിയംസിൽ നിന്നും ഒരുപാട് ചോദ്യങ്ങൾ വന്നു. 10ഓളം ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നു. അത് കുട്ടികളെല്ലാവരും നല്ല രീതിയിൽ തന്നെ ആൻസർ ചെയ്തു എന്നറിയാൻ പറ്റിയതിലും വലിയൊരു സന്തോഷമുണ്ട്. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചോദിച്ചില്ല. സാമാന്യ നിലയ്ക്ക് ഒരുപാട് ഏരിയകൾ പഠിക്കാനുള്ളതുകൊണ്ട് കുട്ടികൾ പൊതുവിൽ സ്കിപ്പ് ചെയ്യുന്നൊരു ഭാഗമാണ് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അത്തരം ഭാഗത്തിന് ചോദിച്ചിട്ടില്ല എന്നുള്ളതും സന്തോഷം നൽകുന്നതാണ്. ഇനി ഗ്രാമറിലേക്ക് വരികയാണെങ്കിൽ ഗ്രാമറിൽ കോംപ്ലക്സ് സെൻറ്റൻസ് ചോദിച്ചു, ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ചോദിച്ചു, പിന്നെ ടെൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ ചോദിച്ചു. ഇത് മാത്രമാണ് കുട്ടികൾ നമ്മളടുത്ത് ഫീഡ്ബാക്ക് ആയിട്ട് പറഞ്ഞിട്ടുള്ളൂ. ബാക്കി അധികം ഒന്നും ഗ്രാമറിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഇനി കോംപ്രഹെൻഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മളെ കുട്ടികൾ പരിചിതമായിട്ടുള്ള പാസേജുകളിലൂടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. അവർ കണ്ട ഒരു സ്റ്റൈൽ ഓഫ് ക്വസ്റ്റ്യനിങ് പാസേജിൻ്റെത് വളരെ സിമിലർ ആയിരുന്നു. അപ്പോൾ ഇംഗ്ലീഷിനെ ഒരു ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. നമ്മളെ കുട്ടികളെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ അതിനേക്കാൾ കൂടുതൽ ഹാപ്പിയാണ്. ക്യുസാറ്റിൻ്റെ ലോജിക്കൽ റീസണിങ് ഏരിയയിൽ ഞങ്ങളുടെ കുട്ടികൾ വളരെ സന്തോഷവാന്മാരായിട്ടാണ് ഞങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ തന്നെ 50 ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ ലോജിക്കൽ റീസണിങ്ങിൽ നിന്ന് ചോദിച്ചു. പല ക്വസ്റ്റ്യൻസും ഞങ്ങളുടെ പല മോക്ക് ടെസ്റ്റുകളിലായിട്ട് കുട്ടികൾക്ക് കണ്ട് പരിചിതമായിരുന്നു. നമ്പേഴ്സ് മാറിയിട്ടുണ്ടാവാം, പക്ഷെ പാറ്റേൺ വളരെ പരിചിതമായതുകൊണ്ട് തന്നെ കുട്ടികൾ വളരെ ഭംഗിയായിട്ട് ഈ ഏരിയ ചെയ്തു. 50-ൽ 50, 45 to 50 ഒരുവിധം എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. പ്രത്യേകിച്ചും കോഡിംഗ്, ഡീകോഡിംഗ്, പ്രോബബിലിറ്റിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നു ഈ വർഷം, സില്ലോജിസത്തിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ്, കോഴ്സ് ഓഫ് ആക്ഷൻ അതേപോലെ തന്നെ ഗ്രൂപ്പിംഗ് ആൻഡ് അറേഞ്ച്മെൻറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നു, റാങ്കിങ് കലണ്ടറിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വന്നു, ക്ലോക്ക്, അതുപോലെ വർക്ക് ആൻഡ് മെൻ, ഡിസ്റ്റൻസ് ആൻഡ് ഡയറക്ഷൻ, ബ്ലഡ് റിലേഷനിൽ നിന്നൊരു പാസേജ് തന്നെ വന്നു. കൂടാതെ ബ്ലഡ് റിലേഷനിൽ നിന്ന് കണക്റ്റഡ് ആയിട്ട് വേറൊരു ക്വസ്റ്റ്യനും വന്നു. അങ്ങനെ മൊത്തം നോക്കിയാൽ ജോബ് സെക്യൂർ സ്റ്റുഡൻസിന് ഒരു ക്വസ്റ്റ്യൻ പോലും അപരിചിതമായിരുന്നില്ല എന്നുള്ളത് ഞങ്ങൾ മെൻറ്റേഴ്സ് എന്നുള്ള നിലയിൽ ഞങ്ങൾ വളരെ വളരെ സന്തോഷവാന്മാരാണ്. കുട്ടികൾ വളരെ നന്നായിട്ട് ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത്. ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ട് വളരെ നന്നായിട്ട് ചെയ്തു എന്നുള്ളതിൽ ഒരുപാട് അഭിമാനിക്കുന്നു. ഹാപ്പി. നമ്മൾ ലീഗൽ, ഇംഗ്ലീഷ് അതുപോലെ തന്നെ മെൻ്റൽ എബിലിറ്റിയുടെ എല്ലാം തന്നെ അനാലിസിസ് കണ്ടു. എല്ലാവരും പറഞ്ഞ പോലെ തന്നെ GK-യും വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ കൊടുത്ത മോക്സ് ആണെങ്കിലും ആക്ച്വൽ ആണെങ്കിലും അതിനേക്കാൾ സിമ്പിളായിട്ടുള്ളൊരു പേപ്പറാണ് ഈ വർഷം ക്യുസാറ്റ് 2025 LLBക്ക് ചോദിച്ചിട്ടുള്ളതെന്നാണ്
കുട്ടികളുടെ റെസ്പോൺസ് നമുക്ക് മനസ്സിലാക്കുന്നത്. വിളിച്ച ആളുകളെല്ലാം തന്നെ വളരെ ഹാപ്പി ആയിട്ടാണ് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്. GKയുടെ കാര്യത്തിൽ അവർ വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് ഒരുപാട് ഹെഡ് ക്വാർട്ടേഴ്സ് ചോദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ചോദിച്ചു, അതുപോലെ തന്നെ സാർക്ക് ചോദിച്ചിട്ടുണ്ട്, UN സെക്രട്ടറി ജനറൽ, അതുപോലെ ബ്രിക്സിൻ്റെ ഫുൾ ഫോം എന്താണ് തുടങ്ങിയ വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൽ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള 4-5 ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ UN സെക്രട്ടറി, UN മെമ്പർ അല്ലാത്ത കൺട്രി ഏതാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കോഡ് വെച്ചിട്ട് യൂട്യൂബ് വീഡിയോയിൽ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഒക്കെ കണ്ട ആളുകൾക്ക് പോലും അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ക്വസ്റ്റ്യനാണ് UN വന്നിട്ടുള്ളത്. പിന്നീട് ചോദിച്ചിട്ടുള്ളത് സയൻസ് ആൻഡ് ടെക്നോളജി നാസ ആൻസർ വരുന്ന ഒരു ക്വസ്റ്റ്യൻ, അതും വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. US സ്പേസ് ഏജൻസിയുടെ പേരെന്താണെന്നായിരുന്നു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ICJയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ ഒരുപാട് വീഡിയോസിലും ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. യോഗ ഡേ നമ്മളെല്ലായ്പ്പോഴും പറയുന്നതാണ്, ഒരു ഡേ എന്തായാലും ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. യോഗ ഡേ എന്തായിരുന്നു എന്നുള്ളതായിരുന്നു ഈ വർഷത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. പിന്നെ ക്യാപിറ്റൽസ് അല്ലെങ്കിൽ ജിയോഗ്രഫി എന്ന് ചോദിച്ചിട്ടുള്ളത് കാനഡയുടെ ക്യാപിറ്റലും അതുപോലെ തന്നെ ഇന്ത്യ റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് ഡാർജിലിംഗ് ഏത് സ്റ്റേറ്റിലാണെന്നുള്ളൊരു ക്വസ്റ്റ്യനും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളത്. അതുപോലെ തന്നെ സെയിം സെക്സ് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനും കൂടെ GKയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് മുൻവർഷത്തെ ക്യുസാറ്റ് കാറ്റിനേക്കാളും കമ്പാരിറ്റീവ്ലി GK വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേപ്പർ തന്നെയാണ് വന്നിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്യുസാറ്റിൻ്റെ എക്സാം അനാലിസിസ് വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഡിഫറൻറ്റ് ഏരിയാസിൽ ഫാക്കൽറ്റീസ് വന്ന് നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ഇത്തവണത്തെ ക്യുസാറ്റ് 2025 5 ഇയർ LLB എക്സാമിനേഷൻ എന്നൊരു അനാലിസിസ് നിങ്ങൾക്ക് തരികയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇന്ന് ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു അധ്യാപകൻ്റെ ജീവിതത്തിൽ അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിവസങ്ങളിലൊന്ന് അദ്ദേഹം എടുത്ത അല്ലെങ്കിൽ അയാൾ എടുത്ത പണിക്ക് ഗുണമുണ്ടാകുന്ന ഒരു ദിവസമാണ്. അത്തരത്തിൽ ആത്മസംതൃപ്തിയുടെ ഒരു അപ്പോജിയിലാണ് ജോബ് സെക്യൂരിറ്റിയുടെ ഫാക്കൽറ്റി ടീം എന്ന് നിൽക്കുന്നത്. നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് കുട്ടികൾ ഓരോരുത്തരും വിളിച്ച് നമ്മളോട് പറയുന്നുണ്ട്. ഇനി ആർക്കെങ്കിലും ഈ പരീക്ഷ ഒരിത്തിരി ബുദ്ധിമുട്ടായി പോയിട്ടുണ്ടെങ്കിൽ, ഒരിത്തിരി പ്രയാസമായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട. നിങ്ങൾ കേരളത്തിൽ എഴുതിയ ആദ്യത്തെ ഏറ്റവും വലിയ ലോ എൻട്രൻസ് പരീക്ഷ മാത്രമാണ്. ഒരുപാട് പരീക്ഷകൾ ഇനി നടക്കാനുണ്ട്, ക്ലീ പോലുള്ള പരീക്ഷകൾ നടക്കാനുണ്ട്. നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ അതിന് പാകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ എൻഷുർ ചെയ്യേണ്ടത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നിങ്ങളുടെ പ്രോസസ്സ് പ്രോപ്പർ ആണെങ്കിൽ റിസൾട്ട് വിൽ ഫോളോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രോസസ്സ് പ്രോപ്പറാക്കാൻ നിങ്ങൾ ആരെങ്കിലും ഒരു കോച്ചിങ് ആലോചിക്കുന്നുണ്ടെങ്കിൽ ലോ എമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയ ബാച്ചസിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാം. അതിനായിട്ട് നിങ്ങൾക്ക് ലോ എമിനൻസ് ജോബ് സെക്യൂറെ ബന്ധപ്പെടാം. അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. വലിയ സന്തോഷത്തിലാണ് ഞങ്ങൾ. വലിയ റിസൾട്ടുകൾ ജോബ് സെക്യൂറിൽ നിന്ന് ഈ വർഷം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലുമാണ് ഞങ്ങൾ. മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.